ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരിലേക്ക് ഒരു വൺ ഡേ ഗെറ്റവേ ആയാലും യാത്രയുടെ ക്ഷീണം മാറ്റാൻ വിനായക മൈലാലിൽ നിന്ന് ഒരു മസാല ദോശ കഴിച്ച് നമുക്ക് തുടങ്ങാം. ഇവിടെ ടീയും കോഫിയും കിട്ടാത്തതുകൊണ്ട് പുറത്തുള്ള ഗിരി കോഫി വർക്സിൽ നിന്ന് ഒരു കാപ്പിയും ആവാം. അത് കഴിഞ്ഞ് ഏഷ്യയിലെ തന്നെ ലാർജസ്റ്റ് പള്ളികളിലൊന്നായ സെയിൻറ്റ് ഫിലോമിനാസ് കത്തീഡ്രൽ ഒന്ന് ചുറ്റി കാണാം. കുറച്ച് രാജകീയമായി ഈ നഗരം കാണണമെങ്കിൽ ഇവിടെ കുതിര സഫാരി ഉണ്ട്. അതിന് 1500 രൂപയാണ് 6 പേർക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൈസൂർ സൂ അഥവാ ശ്രീ ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻ ഇന്ത്യയിലെ തന്നെ ഓൾഡസ്റ്റ് സൂകൾ ഒന്നാണിത്. ആൻഡ് ഇതിന് ഏകദേശം പെർ പേഴ്സൺ 50 to 100 റുപ്പീസാണ് ചാർജസ് ആവുന്നത്. ലഞ്ച് കഴിക്കാൻ സമയമായെങ്കിൽ നേരെ ഹനുമന്ത മെസ്സിലേക്ക് പോയിക്കോളൂ. അവിടുത്തെ വൈറ്റ് പുലാവ് ഒരു മട്ടൻ കറിയും കഴിക്കാം. അഥവാ അത് ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ സാപ്പയിലേക്ക് പോകാം ആൻഡ് എക്സ്പീരിയൻസ് സം യൂറോപ്യൻ ക്യുസീൻ. ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചത് ഇവരുടെ ജർമ്മൻ ബ്രേക്ക്ഫാസ്റ്റും പാൻ കേക്ക്സുമാണ്. അത് വളരെ ഗംഭീരമായി തോന്നി. മൈസൂർ വന്ന് ഇച്ചിരി മൈസൂർ പാക്ക് കഴിക്കാതെ എങ്ങനെയാണ് തിരിച്ചു പോവുക? നേരെ ഗുരു സ്വീറ്റ്സിലേക്കോ മഹാലക്ഷ്മി സ്വീറ്റ്സിലേക്കോ പോവുക. ഒറിജിനൽ ഗീ മൈസൂർ പാക്ക് ഇവിടെ ലഭ്യമാണ്.